Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. KSRTCയുടെ സ്ത്രീകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായി. പയ്യന്നൂർ ഡിപ്പോതല ഉദ്ഘാടനം വി കുഞ്ഞികൃഷ്ണൻ MLA നിർവഹിച്ചു. കാങ്കോൽ ചീമേനി റോഡിൽ ഓടുന്ന ബസ്സിന് MLA ഫ്ലാഗ് ഓഫ് നടത്തിയാണ് ആദ്യ യാത്ര ആരംഭിച്ചത്. സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രയുടെ ആദ്യത്തെ ട്രിപ്പാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് എല്ലാ സ്ത്രീകളും ബസ്സിലിരിക്കുന്നത്. എല്ലാവരും പൂർണ്ണമായും ആവേശത്തിലും അതുപോലെ സന്തോഷത്തിലുമാണ്. VD സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് എല്ലാ വനിതകളും ബസ്സിൽ യാത്ര തിരിച്ചിരിക്കുന്നത്. സന്തോഷം, 100 സന്തോഷം. അപ്പൊ ഇങ്ങനെ ഒരു നിയമം വിചാരിച്ചിട്ടൊന്നുമില്ല. എൻ്റെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉള്ളത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവിടെയുള്ളൊരു കാർഡെല്ലാം കൊടുത്തിട്ടുണ്ടായിന്. അവർക്ക് അതൊന്നും ആയിട്ടില്ല. ഇങ്ങനെ മതി, എല്ലാവരും കയറിയിട്ട് പോകുന്നത് സന്തോഷമാണ്. UDF സർക്കാരിന്റെ ഈ ഒരു നയം എല്ലാ വനിതകൾക്കും ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഈ സർക്കാർ വന്നാലേ എല്ലാം നടപ്പിലാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു സർക്കാരല്ല ഇത് എന്ന് എല്ലാവർക്കും ബോധ്യമാവുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകളാണ്. ആ നിലയിൽ സ്ത്രീകൾക്ക് വളരെയേറെ പ്രയോജനകരമാകുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. അത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അതിനനുസൃതമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രയിൽ നിരവധി സ്ത്രീ യാത്രികർ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടത്തി. ഓർഡിനറി വിഭാഗത്തിലെ 7 ക്ലാസുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ ക്ലാസുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാവുക. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സുമായിരിക്കും ഇതിന്റെ ഗുണഭോക്താക്കൾ. സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തിരിച്ചറിയൽ കാർഡോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. പ്രായം ഉൾപ്പെടെ മാനദണ്ഡവുമല്ല. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓർഡിനറി KSRTC ബസ്സുകളിൽ ഇനി കൺസെഷൻ ടിക്കറ്റ് ആവശ്യമില്ല. സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ മുന്നിലും സൈഡിലുമായി പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇതിനു പുറമെ സ്റ്റിക്കറുകളും പതിപ്പിക്കും. കഴിഞ്ഞ ദിവസം ടിക്കറ്റിന്റെ മാതൃക പുറത്തിറക്കിയിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, VKP ഇസ്മായിൽ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, ഇക്ബാൽ പോപ്പുലർ, AK ശ്രീജ, EP ശ്യാമള, ലളിത ടീച്ചർ, അത്തായി പത്മിനി, പുഷ്പ തറമ്മൽ, ലതാ നാരായണൻ, സുനിത കണ്ണോത്ത്, ഷമീമ, വാസന്തി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ബസ് യാത്രയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. എല്ലാ സ്ത്രീകളും ഇതിൽ സന്തോഷവതികളാണ്. അതുപോലെ എല്ലാവരും തികഞ്ഞ ആവേശത്തിലുമാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പ്രിയദർശിനി ഗ്യാരണ്ടിയുടെ പേരിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന UDF സർക്കാരിന്റെ കള്ളത്തരങ്ങൾ തുറന്നുകാട്ടുക എന്ന ആവശ്യവുമായി BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTCക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി ഗ്യാരണ്ടിയുടെ പേരിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന UDF സർക്കാരിന്റെ കള്ളത്തരങ്ങൾ തുറന്നുകാട്ടുക, എല്ലാ ബസ്സിലും സൗജന്യ യാത്ര അനുവദിക്കുക എന്ന മുദ്രാവാക്യവുമായി BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTCക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ധനേഷിന്റെ അധ്യക്ഷതയിൽ BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ
ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ബാലകൃഷ്ണൻ പനക്കീൽ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രമേശൻ മാസ്റ്റർ, ഗംഗനൻ കാളീശ്വരം, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി VR സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാർ സ്വാഗതവും മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി അമൃത രമേശ് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാലം കാത്തുവെച്ച ഒരു മധുര പ്രതികാരവുമായി വിനോദ് കുമാർ എന്ന മനുഷ്യൻ. PTA ഫണ്ട് അടച്ചില്ലെന്ന കാരണത്താൽ സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥി ഇന്ന് അതേ സ്ഥാപനത്തിന്റെ തലപ്പത്ത് പ്രിൻസിപ്പലായി ചുമതലയേറ്റിരിക്കുകയാണ്. മാതമംഗലം ഗവൺമെന്റ് TTAയിലാണ് കോറോ മുത്തത്തി സ്വദേശിയായ വിനോദ് മാഷ് പ്രിൻസിപ്പലായി ചാർജ് എടുത്തത്. ഞാനിന്ന് ഒരു പ്രതികാരത്തിൻ്റെ കഥ പറഞ്ഞുതരാം. പ്രതികാരം എന്ന് വെച്ചാൽ അത്ര വലുതൊന്നല്ല, ഒരു ചെറിയൊരു മധുര പ്രതികാരം. പറഞ്ഞു വരുന്നത്, പണ്ട് പഠിക്കുന്ന സമയത്ത് PTA ഫണ്ട് അടക്കാത്തതിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റ് നിഷേധിച്ച ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഇന്ന് ആ വിദ്യാർത്ഥി അതേ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. പറഞ്ഞു വരുന്നത് മാതമംഗലം ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിനോദ് മാഷിനെ കുറിച്ചാണ്. കുട്ടികളുടെ സ്വന്തം വിനു മാഷ്. മാഷേ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. മാഷിൻ്റെ ആ ഒരു മധുര പ്രതികാരത്തിൻ്റെ കഥയായിരുന്നു ഞാൻ ഇത്രയും സമയം പറയുന്നുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ആ ഓർമ്മകൾ? എന്തൊക്കെയാ? ഇങ്ങനെ ചോദിച്ചാൽ ശരിക്ക് ഒരു പ്രതികാരം എന്ന് പറയാൻ പാടില്ല. ഞാൻ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നതാണ്. അന്ന് ഞാൻ മുമ്പ് പഠിച്ചിരുന്ന കാലത്ത് നല്ല പ്രയാസപ്പെട്ട് പഠിച്ചതാണ്. സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. അപ്പോൾ റിസൾട്ട് വന്നിട്ട് സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ളവരൊക്കെ മേടിച്ചു പോയി. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്, വിനോദ് നിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. ഞാൻ എന്താ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇൻറ്റേർണൽ മാർക്ക് തന്നെ വളരെ കുറവാണ് തന്നത്. തിയറിക്ക് കിട്ടിയ മാർക്ക് ഇൻറ്റേർണലിൽ കിട്ടിയിരുന്നില്ല. അപ്പോൾ അതെന്തെങ്കിലും കാരണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു, നീ PTAയിൽ കുറച്ച് പൈസ ബാക്കി അടക്കാനുണ്ട്, കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ PTA ഫണ്ട് എന്നത് ഞാൻ അന്നേരം ആദ്യമായിട്ട് കേൾക്കുന്നതാണ്, എനിക്ക് അറിയില്ലായിരുന്നു ശരി. അപ്പോൾ അതെയോ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 100 രൂപയുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ നിൻ്റെ അച്ഛൻ ചേർക്കുമ്പോൾ 50 രൂപ അടിച്ചിട്ട് ബാക്കി നിൻ്റെ കയ്യിൽ തരുന്ന് വിടാമെന്നാണ് പറഞ്ഞിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് വേണ്ട, അച്ഛൻ എന്തായാലും തരാതിരിക്കില്ല, മകൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ തരാതിരിക്കില്ല, നീ തന്നു, നിൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് അത് തീർത്തു, അപ്പോൾ അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, എനിക്ക് സർട്ടിഫിക്കറ്റ് അത്ര അത്യാവശ്യമൊന്നുമില്ല, ഞാൻ പിന്നെ വരാം, പൈസയും കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ വീട്ടിൽ പോയി പിറ്റേന്ന് ഞാൻ അന്നേരം ട്യൂഷൻ എടുക്കുമായിരുന്നു, ട്യൂട്ടോറിയലിൽ ക്ലാസ് എടുക്കുന്നതായിരുന്നു. പിറ്റേന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് പെരിങ്ങോ മഹാത്മയിലായിരുന്നു. അവിടുന്ന് ക്ലാസ് എടുത്തു. അവിടുന്ന് ക്ലാസ് എടുത്ത് കിട്ടാൻ്റെ പൈസ ഒരു 150 രൂപ തൽക്കാലം ചോദിച്ച് വാങ്ങി. പൊന്നമ്പാറ വഴി, പെരിങ്ങോത്ത് നിന്ന് പൊന്നമ്പാറ വഴി മാതാങ്കണത്തേക്ക് ബസ് റൂട്ടുണ്ട്. അപ്പോൾ മാതാങ്കണത്ത് ഇറങ്ങി വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പോവുകയാണ് ചെയ്തത്. മാഷിക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് രസകരമായ കാര്യങ്ങളൊക്കെ എഴുതിയിടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ രസകരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയതെല്ലാം എഴുതിയിടാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഞാനത് കാണുന്നത്. അതിൻ്റെ കുട്ടികൾ, ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെയാണ് ഫോളോവേഴ്സായിട്ട് ഉള്ളത്. അവർ ചീത്ത വിളിക്കൊടക്ക് അതൊക്കെ ഞാൻ ആസ്വദിക്കുന്നു. ഈ ഒരു ടീച്ചേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ട് ഒരു കുരുത്തംകെട്ട ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു. തീർച്ചയായും അത് ഇപ്പോഴും അതിലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുരുത്തക്കേട് തന്നെ ഇപ്പോഴും കുരുത്തക്കേടുന്നില്ല. അങ്ങനെ എഴുതി ഞാൻ 2 പുസ്തകങ്ങൾ ഇറക്കി. ഒരു കവിതാ സമാഹാരം ഇറക്കി 2016. അതിൻ്റെ പേര് ചാറ്റൽ എന്നായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ 2024 ഞാൻ ഒരു കഥാസമാഹാരം ഇറക്കി. അതിൻ്റെ പേര് ചന്ദ്രഹാസം എന്നായിരുന്നു. അതിലത്തെ കഥാപാത്രം, ആ കഥാസമാഹാരത്തിൽ മുഴുവൻ കഥയുടെയും കഥാപാത്രം ചന്ദ്രമാഷായിരുന്നു. ചന്ദ്രമാഷ ആരായിരിക്കും നല്ല ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാഷിൻ്റെ അന്നത്തെ ആ ഒരു അനുഭവം, മാഷ് പഠിക്കുമ്പോൾ ആ ഒരു സമയം, ഇന്നത്തെ ആ ഒരു കുട്ടികളുമായിട്ട് ചിലവഴിക്കുന്ന സമയവും, അപ്പോൾ ആ മെമ്മറീസൊക്കെ ഓർമ്മ വരാറില്ല? തീർച്ചയായിട്ടും. അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവും അറിയില്ല. ഈ TTAയിൽ പഠിക്കുമ്പോഴായാലും സ്കൂൾ ഈ ടീച്ചേഴ്സ് എപ്പോഴും ഇമ്പാർഷ്യലായിരിക്കണം, പക്ഷപാതമില്ലാത്ത ആളായിരിക്കണം അധ്യാപകൻ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ ഇതുവരെ ഞാനൊരു പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ഒരു കുട്ടിയെയും വിവേചനം ബുദ്ധിയോടെ കണ്ടിട്ടില്ല എന്നതാണ്. അതൊരു എനിക്ക് പറയാൻ കഴിയും. മറ്റുള്ളവരതങ്ങനെ അംഗീകരിക്കണമെന്നില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നു. അതിൽ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടിയെന്നൊന്നുമില്ല. പഠിക്കാനിപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷേ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഞാൻ ദേഷ്യം വരാറുണ്ട്, അത്യാവശ്യം ശിക്ഷിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. എന്നാലും കുട്ടികളെ സമഭാവനയോടെ കാണുന്ന ആളാണ് ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവരെന്ത് പറയുന്നത് എനിക്കറിയില്ല. ഇതിന് കമൻറ്റൊക്കെ വരും, ചിലപ്പോൾ നല്ല ചീത്തയായിരിക്കും.
എന്തായാലും നമ്മുടെ ഈ ഒരു കുരുത്തം കെട്ട അധ്യാപകൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇതുപോലെ മധുര പ്രതികാരം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്, അല്ലെങ്കിൽ കുരുത്തം കെട്ട പക്ഷേ. ക്യാമറമാൻ പ്രണവ് പെരുവമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ മറവിൽ ജനങ്ങളെ വിലവർദ്ധനവിലേക്ക് തള്ളിവിട്ട് പെട്രോളിയം കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. പെട്രോൾ വിലവർദ്ധനവിന്റെ പേരിൽ കാളവണ്ടി സമരം നടത്തിയ BJP-കാർക്ക് ഇന്ന് മിണ്ടാട്ടമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. STU മാട്ടൂൽ പഞ്ചായത്ത് കമ്മിറ്റി മാട്ടൂൽ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധത്തിന്റെ മറവിൽ ജനങ്ങളെ വിലവർദ്ധനവിലേക്ക് തള്ളിവിട്ട് പെട്രോളിയം കമ്പനികളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് STU ദേശീയ വൈസ് പ്രസിഡന്റ് AM കരീം പറഞ്ഞു. നമുക്കാർക്കും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ വിലവർദ്ധനവിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഇന്ധനത്തിന്റെ വിലവർദ്ധന. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 10 രൂപയാണ് നമ്മുടെ രാജ്യത്ത് ഡീസൽ പെട്രോളിന്റെ വില വർദ്ധിച്ചത്. കാരണം പറയുന്നത് ഇവിടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ചു എന്നാണ്. അത് എത്രത്തോളം ശരിയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാരും കേന്ദ്ര ഗവൺമെന്റും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ മറവിൽ രാജ്യത്തെ കോർപ്പറേറ്റുകളെയും അതുപോലെ എണ്ണ കമ്പനികളെയും സഹായിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ എണ്ണയുടെ വില വർദ്ധിച്ചത്. കാരണം ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ച ഒരു കാലമുണ്ടായിരുന്നു. ജനജീവിതം ദുസ്സഹമാക്കുന്ന പെട്രോൾ, ഡീസൽ, CNG, പാചകവാതക വിലവർദ്ധനവിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാട്ടൂൽ പഞ്ചായത്ത് STUവിന്റെ നേതൃത്വത്തിൽ മാട്ടൂൽ സൗത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. STU മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം റാസിക് മടക്കര അധ്യക്ഷനായിരുന്നു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീർ B മാട്ടൂൽ, മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ, മുസ്ലിം ലീഗ് മാട്ടൂൽ പഞ്ചായത്ത് ട്രഷറർ UK മുസ്തഫ, STU മോട്ടോർ തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ ജൂബിലി, STU മോട്ടോർ തൊഴിലാളി യൂണിയൻ മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് SV സക്കറിയ, സെക്രട്ടറി A രാജേഷ്, MP അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. മാട്ടൂൽ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം കുറിച്ച് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ. AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യകൾ ഇനി നമ്മുടെ സാധാരണക്കാരായ കുട്ടികളുടെ വിരൽത്തുമ്പിലേക്ക്. കേരളത്തിൽ AI റോബോട്ടിക് ലാബ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ സർക്കാർ UP സ്കൂൾ എന്ന അപൂർവ നേട്ടത്തോടെ ഈ വിദ്യാലയം ഇപ്പോൾ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. കുഞ്ഞിമംഗലം ഗവൺമെൻറ് സെൻട്രൽ UP സ്കൂളിൽ AI റോബോട്ടിക് ലാബ് കൊണ്ടുവന്ന കൊക്കോസ് എന്ന കമ്പനിയുടെ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. സാർ, ഇതിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾ ഈ കുഞ്ഞിമംഗലം സ്കൂളിൽ 7ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ലാബ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. 7ാം ക്ലാസ് കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഈ വർഷം ഈ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ബേസിക്കലി 2 ലാംഗ്വേജസ്, അതായത് സ്ക്രാച്ചും പൈത്തണും 2 ലാംഗ്വേജസ് പഠിപ്പിച്ചിട്ട് അത് സ്ക്രാച്ചിന് പറ്റിയ ഒരു റോബോട്ട് ഞങ്ങൾ കൊണ്ടുണ്ട്. ഐബോട്ട് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ പൈത്തൺ പഠിക്കുന്ന കുട്ടികൾക്ക് ഐബോട്ട് എന്നൊരു റോബോട്ടും ഉണ്ട്. അപ്പോൾ കുട്ടികൾ സ്ക്രാച്ച് പഠിപ്പിക്കും. ആ സ്ക്രാച്ച് ലാംഗ്വേജ് വെച്ചിട്ട് ഈ ഐബോട്ട് എന്ന ഫിസിക്കൽ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ കുട്ടികൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ പറ്റും. എന്ന് പറഞ്ഞ പോലെ പൈത്തൺ പഠിക്കുന്ന കുട്ടികൾക്ക് എംബോട്ട് എന്ന റോബോട്ടിനെ കൺട്രോൾ ചെയ്യാവുന്ന വിധത്തിൽ AIയും റോബോട്ടിക്കും കൂടെ കൂടിയിട്ട് AI റോബോട്ടിക് ലാബാണ്. വെറും റോബോട്ടിക്സ് ലാബ് അല്ല ഇത്. ദിസ് ഈസ് AI റോബോട്ടിക്സ് ലാബ്. ബേസിക്കലി ദേ ആർ ലേണിംഗ് കോഡിംഗ്, AI ആൻഡ് റോബോട്ടിക്സ് ഇൻ വൺ സിംഗിൾ ലാബ്. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ യുഗമാണ്. കുട്ടികളൊക്കെ സാങ്കേതിക വിദ്യയെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് എന്ന് പറഞ്ഞാൽ അവർ എത്ര പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു ഈ ഒരു സിലബസ്? ബേസിക്കലി ഞങ്ങളിപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മനസ്സിലായെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആകെ ഉള്ളത് ഇവർക്ക് എക്സ്പോഷറിൻ്റെ കുറവ് മാത്രമല്ല, കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ വെരി ഈസിലി ലേണിംഗ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പോലും വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് അവർ തിയററ്റിക്കലി അല്ല ഇത് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ
ബുക്കൊക്കെ ഉണ്ടാകും നോക്കാം. ബുക്കിനകത്ത് തിയറി വളരെ കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ തിയറിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചെയ്ത് നോക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇത് അവരുടെ ഭാഗത്ത് എല്ലാ കുട്ടികൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഇവർക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയ്യുന്ന ഓരോ സാധനവും ചെയ്യുന്ന സംഭവം ചെയ്ത് കാണുമ്പോഴുള്ള ഒരു താല്പര്യമുണ്ട്. ഈ താല്പര്യത്തിൻ്റെ പുറത്ത് അവർക്ക് അടുത്തത് പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ AI റോബോട്ടിക് ലാബ് നമ്മുടെ കുഞ്ഞിമംഗലം ഗവൺമെൻറ് സെൻട്രൽ UP സ്കൂളിൽ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ് അല്ലേ. അപ്പോൾ ചെറിയൊരു വിമർശനം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഇത് കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു. കാരണം സാങ്കേതിക വിദ്യ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ച് വൈകിപ്പോയോ എന്ന് ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരു AI റോബോട്ടിക് ലാബ് അത് മുഴുവൻ സ്കൂളിലും ഉണ്ടാക്കണമെന്നൊരു വലിയ ആഗ്രഹത്തിലാണ് ഞാനതിൻ്റെ ഒരു യാത്ര എന്ന് വേണമെന്ന് പറയാം. ഇത് കണ്ടുമുട്ടലുകൾ യഥാർത്ഥത്തിൽ ഈ AI റോബോട്ടിക് ലാബിൻ്റെ തന്നെ തുടക്കം ലോക കേരള സഭയിൽ നിന്നാണ്. ലോക കേരള സഭയിൽ എൻ്റെ സുഹൃത്തു കൂടെ ശ്രീ ലിഷാർ, അദ്ദേഹം അമേരിക്കയിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് നന്മ, അവിടുത്തെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് മേഖലയിൽ ഞങ്ങളൊരു കോൺട്രിബ്യൂഷനിൽ ഇത്തരത്തിലുള്ളൊരു AI റോബോട്ടിക് ലാബിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആലോചനയിൽ ഒന്നാമത്തത് കല്യാശ്ശേരിയിൽ വേണം എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. പിന്നീട് ശ്രീ സൂരജ് അദ്ദേഹമായിട്ട് നമ്മളെ രാമന്തളിക്കാരനാണ്. അദ്ദേഹം കൊക്കോസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ ഈ AI റോബോട്ടിക് മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കമ്പനിയുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം ത്രൂ ഞാൻ ശ്രീ സൂരജുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ നിന്നാണ് ഈ ഒരു രീതിയിലേക്കുള്ള AI റോബോട്ടിക് ലാബ് എന്ന ഒരു സ്വപ്നം. ഒരുപക്ഷെ ഇതിപ്പോൾ കണക്ക് നോക്കിയാൽ പറയപ്പെടുന്നത് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിലെ UP സ്കൂളിലെ രണ്ടാമത്തെ AI റോബോട്ടിക് ലാബാണ്. അപ്പോൾ ഏതായാലും അത് യാഥാർത്ഥ്യമായി. MLAയുടെ ആസ്തി വികസന ഫണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം നന്മയുടെ അവരുടെ ഒരു CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊക്കോസ് മുഖാന്തരമാണ് നമ്മൾ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. അടുത്തൊരു സ്വപ്നമായിട്ട് വെക്കുന്നത് 10 പഞ്ചായത്തുണ്ട്. ആദ്യഘട്ടത്തിൽ 10 പഞ്ചായത്തിലെങ്കിലും ഓരോണ്ണം വെച്ച് പിന്നീട് എല്ലാ സ്കൂളുകളിലേക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്കമാണ്. ഒരു സ്വപ്നത്തിൻ്റെ തീർച്ചയായും ഒരു വലിയ യാത്രയുടെ അതിൽ ഒരുപാട് ആൾ കൂടിച്ചേർന്നു. ഞാൻ ഈ ഘട്ടത്തിൽ ഞാൻ ഏറ്റവും ലിഷാറിനെ കുറിച്ച് ആ പേര് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. പിന്നീട് ശ്രീ സൂരജ്, അദ്ദേഹവും ഞാനും നമ്മൾ ഒരുപാട് തവണ ഇരുന്ന് ആലോചനകൾക്ക് ശേഷമാണ് നമ്മൾ പിന്നീട് ഗവൺമെൻറ് സെൻട്രൽ UP സ്കൂൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു ജനപ്രതി എന്ന രീതിയിൽ, ഒരു MLA എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിച്ച ഒരു വലിയ ഭാഗമാണ്. എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു AI റോബോട്ടിക് ലാബ്. അത് കഴിഞ്ഞ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല ഘടകങ്ങൾ അത് ഈ രീതിയിലേക്ക് എത്തി. ഏതായാലും ആ സ്വപ്നം നാളെ സാക്ഷാത്കരിക്കുകയാണ്. അതൊരു സ്റ്റാർട്ടിംഗ് ആണ്. നാളെ ഇതൊരു ഉദ്ഘാടനത്തോടു കൂടി ഈ വിദ്യാലയത്തിലെയും ഇത് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള കേന്ദ്രമായിട്ട് ഇത് മാറും. അതോടൊപ്പം ഭാവിയിൽ കൂടുതൽ സ്കൂളുകളിലേക്ക് ഈ AI റോബോട്ടിക് ലാബ് എത്തിക്കാൻ, അത് ചോദ്യം ചോദിച്ചാൽ കറക്റ്റാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മൾ തുടങ്ങാനുള്ള ആലോചനയൊക്കെ തുടങ്ങിയതാണ്. ആദ്യമേ ഏതാണ്ട് ഒരു 6 മാസം മുന്നേ ഇത് പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഓരോ ഘടകങ്ങൾ അതിനകത്ത് വന്നു, തടസ്സങ്ങൾ പല രൂപത്തിൽ വന്നു. അതെല്ലാം പരിഹരിച്ച് നാളെ ഇത് തുറന്നു കൊടുക്കുകയാണ്. ഇത് കല്യാശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ MLA എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി വളരെ അഭിമാനകരമായ ഒരു ഭാഗമാണ്. നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ സ്കൂളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഇടപെടൽ എൻ്റെ കൂടി ഭാഗത്തുനിന്നുണ്ടാകും. ഓക്കെ, എന്തായാലും ഇനി വരുന്ന സ്കൂളുകളിലേക്കും ഈ ഒരു ഐഡിയ വ്യാപിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും വ്യാപാര വിപണന കേന്ദ്രമായിരുന്ന ചന്തപുരയിൽ നാട്ടുചന്തയൊരുക്കി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി സംഘടിപ്പിച്ച നാട്ടുചന്തയുടെയും ചക്കാമാങ്ങ ഫെസ്റ്റിൻ്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K പത്മനാഭൻ നിർവഹിച്ചു. ഒരു കാലത്ത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും വ്യാപാര വിപണന കേന്ദ്രമായിരുന്ന ചന്തപുരയുടെ ഗതകാല സ്മരണകൾ പുതുക്കി ചന്തപുരയിൽ നാട്ടുചന്തയൊരുക്കി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തും കുടുംബശ്രീ CDSഉം സംയുക്തമായി സംഘടിപ്പിച്ച നാട്ടുചന്തയും ചക്കാമാങ്ങ ഫെസ്റ്റും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. CDSഉം ഗ്രാമപഞ്ചായത്തും ഇവിടെ നേതൃത്വം കൊടുക്കുന്നു. ചന്തപ്പുര എന്ന് പറയുന്നത് ആഴ്ചച്ചന്ത, ദീർഘകാലം ആഴ്ചച്ചന്തയുണ്ടായ ഒരു പ്രദേശത്തെയാണ് ചന്തപ്പുര എന്നറിയപ്പെട്ടിരുന്നത്.
പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഉൽപ്പന്നങ്ങളും ഈ സമീപ പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന നൂറുകണക്കിന് ആളുകൾ അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ ഈ ചന്തപ്പുരയിൽ എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അച്ഛനൊക്കെ വാഴകൃഷിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വി എ കോമളവല്ലി, മുൻ പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ, എ രാജലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി നാരായണൻ, ടി വി മോഹനൻ, നിഷ എം, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ടി രാജൻ, വി വി ഗോവിന്ദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സജിത പി കെ, ടി ഷിബു കരുൺ, പ്രീത എം പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ചക്ക കൊണ്ടുണ്ടാക്കിയ പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, മാങ്ങ വിഭവങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ നാട്ടുവിഭവങ്ങൾ കാണുന്നതിനും ന്യായവിലയ്ക്ക് വാങ്ങുന്നതിനുമുള്ള സൗകര്യം നാട്ടുചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പ്രസിദ്ധ നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം എന്ന കെ രാധാകൃഷ്ണൻ അന്തരിച്ചു. 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നാടകാഭിനയത്തിനും സംവിധാനത്തിനും ഒട്ടേറെ ബഹുമതികളും അംഗീകാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. അന്യത്രവാസം പരികൽപ്പയാമി ക്ഷമന്തു താനദ്യ നമസ്തുഭ്യ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ശ്ലോകം തമ്പ്രാക്കൾക്ക് വശമുണ്ടായിരിക്കും അല്ലേ? പ്രസിദ്ധ നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം എന്ന കെ രാധാകൃഷ്ണൻ അന്തരിച്ചു. കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം കുന്നുമ്മൽ വീട്ടിൽ ചന്ദ്രമതിയുടെയും പരേതനായ ചുള്ളേരി വീട്ടിൽ കൃഷ്ണന്റെയും മകനാണ്. 40 വർഷത്തോളമായി നാടകരംഗത്ത് സജീവമായിരുന്നു. 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നാടകാഭിനയത്തിനും സംവിധാനത്തിനും ഒട്ടേറെ ബഹുമതികളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. പെരുന്തച്ചൻ, തീപ്പൊട്ടൻ, നവരസനായകൻ, കോടീശ്വരൻ, കിനാവിലൊരു കളിവീട്, ഉള്ളത് പറഞ്ഞാൽ തുടങ്ങിയവ ഇദ്ദേഹം പ്രധാന വേഷങ്ങളിലെത്തിയ വിഖ്യാത നാടകങ്ങളിൽ ചിലതാണ്. കോഴിക്കോട് ചിരന്തന, വള്ളുവനാട് നാദം, കൊല്ലം തുളസി കലാകേന്ദ്രം, തിരുവനന്തപുരം സോപാനം, കോഴിക്കോട് സങ്കീർത്തന തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല പ്രമുഖ സമിതികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകപ്രവർത്തനത്തിനൊപ്പം രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട്. നാടകാഭിനയത്തിനും സംവിധാനത്തിനും പുറമെ ആകാശവാണിയിൽ ആർട്ടിസ്റ്റായും ഏതാനും സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന പുരസ്കാര ജേതാവും നാടക സിനിമാ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ മിനി രാധനാണ് ഭാര്യ. മക്കൾ ആതിര, ആരതി, മരുമകൻ വിവേക്, ഗിരിജ, ജിഷ, രജനി എന്നിവരാണ് സഹോദരങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അധ്യാപകനും കവിയും പ്രഭാഷകനുമായിരുന്ന ഡോക്ടർ AC ശ്രീഹരി മാസ്റ്ററുടെ ആലപ്പടമ്പിലെ വസതിയിലെത്തി CPIM നേതാക്കളായ MV ഗോവിന്ദൻ മാസ്റ്ററും MV ജയരാജനും. ദുഃഖത്തിൽ പങ്കുചേർന്ന് നേതാക്കൾ ശ്രീഹരി മാസ്റ്ററുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അധ്യാപകനും കവിയും പ്രഭാഷകനുമായിരുന്ന ഡോക്ടർ AC ശ്രീഹരി മാസ്റ്ററുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജനും. ശ്രീഹരി മാസ്റ്ററുടെ മാതാപിതാക്കളെയും ഭാര്യയെയും മകനെയും നേതാക്കൾ സമാശ്വസിപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി P ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, MV സുനിൽകുമാർ, രതീഷ് വൈക്കത്ത് തുടങ്ങിയവരും നേതാക്കൾക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പഴയങ്ങാടിയിൽ UDF പ്രവർത്തകർ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. കണ്ണൂർ പഴയങ്ങാടി റൂട്ടിൽ കൂടുതൽ KSRTC ബസ്സുകൾ അനുവദിക്കണമെന്ന് ആവശ്യവും ശക്തമാണ്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര അനുവദിച്ചതോടെ ഏറെ ആഹ്ലാദത്തിലാണ് സ്ത്രീ യാത്രക്കാർ. പദ്ധതിയുടെ ഉദ്ഘാടനം പൂർത്തിയാക്കി പഴയങ്ങാടിയിൽ എത്തിയ ബസ്സുകൾക്ക് UDFന്റെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. യാത്രക്കാർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. നിലവിൽ പയ്യന്നൂർ, പിലാത്തറ, പഴയങ്ങാടി റൂട്ടിൽ ആകെ 2 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് 1ഉം പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് 1ഉം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് 5 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ സർവീസ് വെട്ടിക്കുറയ്ക്കുകയായിരുന്നു. ഒരു കാലത്ത് KSRTC ചെയിൻ സർവീസ് നടത്തിയിരുന്ന റൂട്ടായിരുന്നു ഇത്. ഏറെ ലാഭത്തിൽ പ്രവർത്തിച്ച ബസ് സർവീസ് ബസ്സുകളെ പിൻവലിച്ചുകൊണ്ട് ഇല്ലാതാക്കുകയായിരുന്നു.
സ്ത്രീകൾക്ക് സൗജന്യ സർവീസ് അനുവദിച്ചതോടുകൂടി ഈ റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ത്രീ യാത്രക്കാർ. അതുപോലെ കണ്ണൂർ പഴയങ്ങാടി മാട്ടൂൽ റൂട്ടിലും പഴയങ്ങാടി തളിപ്പറമ്പ് റൂട്ടിലും പഴയങ്ങാടി ഹനുമാരമ്പലം റൂട്ടിലും KSRTC ബസ്സുകൾ അനുവദിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. മാട്ടൂര് പുതിയങ്ങാടി മാട്ടൂല് മടക്കര കണ്ണൂർ ഈ റൂട്ടിലേക്ക് ബസ് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. തീരദേശ മേഖലയിൽ വളരെ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരായ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന പ്രദേശത്ത് KSRTC വളരെ അത്യാവശ്യമാണ്. അത് മന്ത്രിക്ക് മറ്റ് ബന്ധപ്പെട്ടവർക്കെല്ലാം നിവേദനം നൽകിയിട്ടുണ്ട്. ബസ് റൂട്ട് അനുവദിക്കുക എന്നാണ് വിശ്വസിക്കുന്നത്. നിലവിൽ ബസ് റൂട്ട് ഉണ്ടോ? ഇല്ല, നിലവിലില്ല. KSRTC ബസ് റൂട്ട് ഇല്ല. ഏറ്റവും ഉപയോഗപ്പെടാൻ മാട്ടൂരിൽ പഴയങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ ഓവർ ബ്രിഡ്ജിന് മുട്ടു. അതുകൊണ്ട് തന്നെ പുതിയങ്ങാടി മാട്ടൂര് മടക്കര ഇരിണാവ് കണ്ണൂർ ആ റൂട്ടിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ സൈഡിലാണ് താമസം. നമുക്ക് ഈ ഭാഗത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ പഴയങ്ങാടി പിന്നെ ശ്രീസ്ത വഴി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് സ്റ്റേറ്റ് ബസ്സോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെയും വൈകുന്നേരം മാത്രമേ സാധാ ബസ്സുകളും ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ബസ് അനുവദിച്ചു തരണമെന്ന് നമ്മളെ CP ജോൺ അവர்களോട് അപേക്ഷിക്കുന്നു. നേരത്തെ ബസ് ഉണ്ടായിരുന്നു റൂട്ടിൽ? നേരത്തെ മറ്റേ സ്റ്റേറ്റ് ഒന്നുമില്ല, സാധാ രാവിലെയും വൈകുന്നേരം ഉള്ള അത് മാത്രം. ഉച്ചക്കൊന്നും യാതൊരു ബസ്സുകളും ആ വഴിയേ ഇല്ല. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ, AG സുനിൽ പ്രകാശ്, SKP സഖറിയ, അജിത് മാട്ടൂൽ, സുധീഷ് കടന്നപ്പള്ളി, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, AP ബദറുദ്ദീൻ, B സത്യഭാമ, റഷീദ ഒടിയിൽ, സുധീർ വെങ്ങര, മോഹനൻ കക്കാപ്രവൻ എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ V കുഞ്ഞികൃഷ്ണൻ MLAക്ക് സ്വീകരണം നൽകി. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനം UDF ജില്ലാ ചെയർമാൻ PT മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ BJPക്കുണ്ടായ വളർച്ചയ്ക്ക് പ്രധാന കാരണക്കാർ CPM ആണെന്ന് PT മാത്യു കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഅദുള്ള മുഖ്യ പ്രഭാഷണം നടത്തി. UDF മുനിസിപ്പൽ ചെയർമാൻ KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂരിലെ സ്റ്റേഡിയത്തിന്റെയും തിയേറ്റർ സമുച്ചയത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ ത്വരിത നടപടി സ്വീകരിക്കുമെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് V കുഞ്ഞികൃഷ്ണൻ MLA പറഞ്ഞു. പോകാൻ സാധ്യതയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കൗബായി പറയാൻ കാരണം മധു ഒരു 4-5 ദിവസം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഞാൻ പാലത്തറ പള്ളിയുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ലീഗുകാർ ഒരു ദിവസം ഉപയോഗിച്ചാൽ അവരുടെ വോട്ട് മുഴുവൻ ചെയ്യിക്കാൻ അവർക്ക് സാധിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തന്നെ വിജയിപ്പിക്കുന്നതിൽ UDFന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് വിശ്വാസവഞ്ചന കാണിക്കില്ലെന്നും V കുഞ്ഞികൃഷ്ണൻ അറിയിച്ചു. MK രാജൻ, AP നാരായണൻ, VC നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, P ലളിത ടീച്ചർ, SA ഷുക്കൂർ ഹാജി, K ജയരാജ്, B സജിത് ലാൽ, VP സുഭാഷ്, VK ഷാഫി, TV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ കാനായി സെന്ററിലെ ദീപിക K കണ്ണിന് അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗമുക്തിക്കായി തുടർ ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കാൻ ഈ കുടുംബത്തിനെ സഹായിക്കുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നു. സുമനസുകൾ തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു നൽകണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ നഗരസഭ 11-ാം വാർഡിലെ കാനായി സെന്ററിലെ ചിത്രകാരൻ മനോജ് മാത്രാടന്റെ ഭാര്യ ദീപിക K കണ്ണിന് ക്യാൻസർ രോഗം ബാധിച്ച് എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന രോഗമാണിതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനോടകം തന്നെ ചികിത്സയ്ക്കായി വലിയ തുക ചിലവായിട്ടുണ്ട്. എന്നാൽ രോഗമുക്തിക്കായി തുടർ ചികിത്സയും അനുബന്ധ ചെലവുകളും നടത്തുന്നതിന് ഇനിയും വൻ സാമ്പത്തിക സഹായം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് ഒറ്റയ്ക്ക് കണ്ടെത്താനാകാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ വാർഡ് കൗൺസിലർ P സുരേഷ് ചെയർമാനായും MV രാമകൃഷ്ണൻ കൺവീനറായും പ്രവർത്തിക്കുന്ന ദീപിക ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സുമനസുകൾ തങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബമുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രമുഖ സോഷ്യലിസ്റ്റും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വവുമായ
പി കോരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനവും സാന്ത്വന പരിചരണ ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങലും നടന്നു. തൃക്കരിപ്പൂർ KMK സ്മാരക ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സാബു എബ്രഹാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 6 വർഷത്തോളമായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പി കോരൻ മാസ്റ്റർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനവും സാന്ത്വന പരിചരണ ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങലും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. RJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ പി കോരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി PP രഘുനാഥ്, PV ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, RJD കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, ഗാന്ധിയൻ പ്രവർത്തകൻ KV രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MTP അബ്ദുൽ കരീം, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് K ശശിധരൻ എന്നിവർ സംസാരിച്ചു. വിവിധ സമരങ്ങളിൽ പങ്കെടുത്ത മുതിർന്ന സോഷ്യലിസ്റ്റുകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നേരത്തെ പി കോരൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ എത്തിയാണ് അതിസാഹസികമായി പാമ്പിനെ പിടികൂടിയത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരയുടെ തൂണിന് മുകളിൽ കുടുങ്ങിയ വലിയ പെരുമ്പാമ്പിനെയാണ് ഫോറസ്റ്റ് അധികൃതർ എത്തി പിടികൂടിയത്. ഫോട്ടത്തിന് വേണ്ടി മാത്രം. 2 ദിവസമായി പെരുമ്പാമ്പ് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് പെരുമ്പാമ്പിനെ പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. സ്റ്റേഷനിലെ വൈദ്യുത കേബിൾ ശൃംഖലകൾ കടന്നുപോകുന്ന മേൽക്കൂരയുടെ ഭാഗത്താണ് പാമ്പ് ഉണ്ടായിരുന്നത്. വൈകിട്ട് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ എത്തിയാണ് അതിസാഹസികമായി പാമ്പിനെ പിടികൂടിയത്. ഇതോടെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ആശ്വാസമായി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കോറോം കൂർക്കര പ്രിയദർശിനി കലാവേദി ഉന്നത വിജയികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കുക എന്നത് സമൂഹത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നാം എല്ലാം ഭാരതീയരാണ്, നാം എല്ലാം സഹോദരന്മാരാണ് എന്നത് ഒരു പ്രതിജ്ഞയിൽ ഒതുങ്ങേണ്ട കാര്യം മാത്രമല്ല. കോറോം കൂർക്കര പ്രിയദർശിനി കലാവേദി ഉന്നത വിജയികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാവേദി പ്രസിഡന്റ് മുരളി പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് AK ശ്രീജ, പ്രശാന്ത് കോറോം, KP സതീഷ് കുമാർ, ആകാശ് ഭാസ്കരൻ, രമേശ് കുന്നാവിൽ, PV ശ്രീനിവാസൻ, PV വിജയൻ, VK മാധവൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയികൾക്കുള്ള ഉപഹാര വിതരണവും MLA നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അപ്യാൽ തറവാട്ട് ദേവസ്ഥാനത്തേക്ക് കൊഴുമ്മൽ അപ്യാൽ രമേശൻ 2.25 സെന്റ് സ്ഥലം കൈമാറി. കരിവള്ളൂർ സോമേശ്വരി ക്ഷേത്രം അന്തിത്തിരിയൻ അപ്യാൽ കണ്ണൻ രേഖകൾ ഏറ്റുവാങ്ങി. അപ്യാൽ തറവാട് ദേവസ്ഥാനത്തേക്ക് കൊഴുമൽ അപ്യാൽ രമേശൻ 2.25 സെന്റ് സ്ഥലം കൈമാറി. രമേശിനു വേണ്ടി സഹോദരൻ അപ്യാൽ സുരേന്ദ്രൻ രേഖകൾ കരിവള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം അന്തിത്തിരിയൻ അപ്യാൽ കണ്ണനെ ഏൽപ്പിച്ചു. അപ്യാൽ രമേശൻ അമ്മ ജാനകിയുടെ സ്മരണയ്ക്കായാണ് സ്ഥലം സൗജന്യമായി കൈമാറിയത്. തറവാട്ടുമുറ്റത്തു നടന്ന ചടങ്ങിൽ A നാരായണൻ, A രാജീവൻ, വിജയൻ M, മുരളീധരൻ, രമേശൻ മാസ്റ്റർ, A രേണുക തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമന്തളി സെന്ററിൽ KSRTC ബസ്സിന് സ്വീകരണവും യാത്രക്കാർക്ക് മധുരപലഹാരം വിതരണവും നടത്തി. KSRT ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ച സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. UDF ഗവൺമെന്റിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ച സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമന്തളി സെന്ററിൽ KSRTC ബസ്സിന് സ്വീകരണവും യാത്രക്കാർക്ക് മധുരപലഹാര വിതരണവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ, PV സുരേന്ദ്രൻ, KM കോമളവല്ലി, മഹിത മോഹൻ, K ചന്ദ്രൻ, KM തമ്പാൻ, K ഹരിദാസ്, KA നിതിൻ, O മോഹനൻ, PP നാരായണി, രമ്യ KV, ശർമിള മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നാടൊട്ടുക്കും പടരുകയാണ്. ഫുട്ബോൾ ആവേശം വാനോളം ഉയർത്തി പയ്യന്നൂർ കാനായി മുത്തത്തിയിൽ
കട്ടൗട്ടുകളും ഫ്ലക്സുകളുമായി ആരാധകർ. ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പിനും ആഘോഷങ്ങൾക്കും അതിരുകളിൽ നിന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ എങ്ങും കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ടീമുകൾക്ക് വേണ്ടി ഫ്ലക്സുകളും ബാനറുകളും പ്രമുഖ താരങ്ങളുടെ കൂറ്റൻ കട്ടൗട്ടുകളും കൊണ്ട് തെരുവുകൾ ഇതിനോടകം തന്നെ നിറഞ്ഞു കഴിഞ്ഞു. കാനായി മുത്തത്തിയിലെ മുക്കൂട് ജംഗ്ഷനിലും കടുത്ത ഫുട്ബോൾ പോരാട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് അണിനിരക്കുന്നത്. മുക്കൂട് ജംഗ്ഷനിൽ ജോളി കാനായി ഗ്രൗണ്ടിന് സമീപം അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വലിയ കട്ടൗട്ടുകളും ഫ്ലക്സുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. കളിക്കളത്തിലെ പോരാട്ടം തുടരുമ്പോഴും തെരുവുകളിൽ ആരാധകർ തമ്മിലുള്ള വാശിയേറിയ കട്ടൗട്ട് യുദ്ധം മുത്തത്തിയിലെ കായിക പ്രേമികൾക്ക് പുത്തൻ ഉണർവാണ് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാടൻ മോക്ഷം നാടക ചർച്ച സംഘടിപ്പിച്ചു. മാത്തിൽ വായനശാലയിൽ നടന്ന ചർച്ച മാടൻ മോക്ഷത്തിന്റെ രചയിതാവ് രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാടൻ മോക്ഷം നാടക ചർച്ച സംഘടിപ്പിച്ചു. മാത്തിൽ വായനശാലയിൽ നടന്ന ചർച്ച മാടൻ മോക്ഷം നാടകത്തിന്റെ രചയിതാവ് രാജ്മോഹൻ നീലേശ്വരം ഉദ്ഘാടനം ചെയ്തു. നാടകം അങ്ങനെ ക്യാപ്പില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഒരു അമേച്ചർ നാടക സംഘം 100-ൽ പരം സ്റ്റേജിൽ കളിക്കുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ നാടകത്തിൻ്റെ ഈ അടുത്ത കാലത്ത്, അതായത് 90 എത്തുമ്പോഴത്തേക്ക് നാടകം ഏകദേശം അസ്തമിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു. ഭയങ്കരമായ നിലനിൽപ്പിനുള്ളൊരു പോരാട്ടം തന്നെ നടന്നിരുന്നു. അതിനു മുമ്പ് അതിപ്രഗത്ഭരായ ആളുകളുടെ നാടകങ്ങളാണ് ഉണ്ടായത്. RK ഗോവിന്ദൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. IC ശ്രീകുമാർ മാസ്റ്റർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മൈക്ക് സെറ്റ് വിതരണം സംഘടിപ്പിച്ചു. പ്രാന്തംചാൽ സാംസ്കാരിക നിലയത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് മൈക്ക് സെറ്റ് വിതരണം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മൈക്ക് വിതരണം സംഘടിപ്പിച്ചു. പ്രാന്തംചാൽ സാംസ്കാരിക നിലയത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് മൈക്ക് സെറ്റ് വിതരണം ചെയ്തു. പദ്ധതി ഉൾപ്പെടുത്തി പ്രാന്തംചാൽ സാംസ്കാരിക നിലയത്തിന് മൈക്ക് സെറ്റിൻ്റെ കൈമാറൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒരു സാംസ്കാരിക നിലയത്തിന് ഒരു നാടിൻ്റെ സാംസ്കാരികത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ പ്രദേശം. അതിന് അത്യാവശ്യമായി കിട്ടേണ്ട ഒരു കാര്യമാണ് ഒരു മൈക്ക് സെറ്റ്. പണ്ട് പഴയ കാലത്ത് നമ്മൾ പഴയ നേതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഉച്ചഭാഷയുണ്ടായിരിക്കും, പരിപാടിക്ക് ഉച്ചഭാഷയുണ്ടായിരിക്കും. എന്നാൽ ആ ഉച്ചഭാഷ മാറി ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ഉപഗ്രഹം പോലുള്ള ഒരു മൈക്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ സാംസ്കാരിക നിലയമുണ്ട്, അതുപോലെ അംഗൻവാടിയുണ്ട്, ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സ്ഥലമുണ്ട്. ഒരു വിവിധങ്ങളായ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചതാണ് മൈക്ക് സെറ്റ്. സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സുലോചന, K മനുരാജ്, C സന്തോഷ് മാസ്റ്റർ, ഇർഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. യുവതലമുറയ്ക്ക് ആരോഗ്യത്തിന്റെ പുതിയ പാഠം പകർന്നുകൊണ്ട് പയ്യന്നൂരിൽ സൗജന്യ യോഗ പരിശീലനത്തിന് തുടക്കമായി. ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ മർച്ചന്റ്സ് യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ്, മർച്ചന്റ്സ് യൂത്ത് വിംഗും കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമി കാസ്പയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചു. ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിൽ മർച്ചന്റ്സ് യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാസ്പ പ്രസിഡന്റ് KV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് MK അനൂപ്, സെക്രട്ടറി K രാജേഷ്, കാസ്പ സെക്രട്ടറി K സണ്ണി എന്നിവർ ആശംസകൾ നേർന്നു. യോഗ ക്ലാസിന്റെ വിശദീകരണവും പരിശീലനവും പ്രൊഫസർ രഞ്ജിത്ത് നിർവഹിച്ചു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് പരിശീലന പരിപാടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചക്ക ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു.
രാമന്തള്ളി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിലെയും കുടുംബശ്രീ പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചക്ക ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ S അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുമ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചക്ക കൊണ്ടുള്ള 100ഓളം വൈവിധ്യമാർന്ന ഇനങ്ങളാണ് കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോത്തായിമുക്ക് പെരുമ്പ ഹൈവേ സമഗ്ര നവീകരണം. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി കോത്തായിമുക്ക് യൂണിറ്റ് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. കണ്ടോത്ത് ഷാർജ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KV ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്ത് ഷാർജ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KV ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അധികാരികളിൽ നിന്ന് വരുന്ന പീഡനങ്ങളും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാക്കേണ്ട മറ്റാനുകൂല്യങ്ങളും കിട്ടാനുള്ള ഒരു സംഘടിത ശക്തിയാക്കി മാറ്റാനാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടികൾ അതുപോലെ തന്നെ സംഘടന. നമുക്കറിയാം, മുമ്പേ പ്രസംഗിച്ചവരൊക്കെ മറ്റു പല കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ സംഘടനകളെ കുറിച്ച് അതിന്റെ മൂല്യശുദ്ധികളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് K സഹജൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് VP മിത്രാനുകൂല്യ വിതരണം നിർവഹിച്ചു. സെക്രട്ടറി T ബാലകൃഷ്ണൻ, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി, നിത്യാനന്ദ കമ്മത്ത്, ഗോപാലൻ P എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജനാർദ്ദനൻ MV, സെക്രട്ടറി സജേഷ് K, സഹജൻ K ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. പ്രജിത്ത് നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ കരിവെള്ളൂരും. ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ബൈക്ക് സൈക്കിൾ റാലി വാർഡ് മെമ്പർ ചന്ദ്രമതി ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ കരിവെള്ളൂരും. ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. അയത്രവയൽ അങ്കണവാടിക്ക് സമീപത്തു നിന്നും തുടങ്ങിയ ബൈക്ക് സൈക്കിൾ റാലി വാർഡ് മെമ്പർ ചന്ദ്രമതി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഫുട്ബോൾ ഫ്രണ്ട്സ് മെമ്പർമാരായ PV സുഭാഷ്, അനിൽകുമാർ, അജിത് കുമാർ, പ്രദീപ് മുട്ടത്ത്, VV കൃഷ്ണൻ, മധു KV, ബൈജു, രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. റാലി കരിവെള്ളൂർ ബസാർ ഓണക്കുന്ന് ടൗൺ ചുറ്റി തിരികെ അയത്രവയലിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ തലിച്ചാലത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയായിരുന്ന തങ്കം അമ്മയുടെ 9ാം ചരമവാർഷികം തങ്കസ്മൃതി സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരി തമ്പായി അമ്മയ്ക്ക് തങ്കപ്പതക്കം നൽകി ആദരിച്ചു. VK രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ തലിച്ചാലത്ത് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമ സീരിയൽ നടി രചന നാരായണൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. എതിർദിശ എഡിറ്റർ PK സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പെൺകുട്ടിയായിരുന്നെങ്കിൽ ഷേക്സ്പിയർ ആകുമായിരുന്നോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. പ്രതിഭ എന്നത് തീർച്ചയായും ജന്മസിദ്ധമായ അംശമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ ആണ് അന്തിമമായി ഒരു പ്രതിഭയെ എത്തേണ്ടിടത്ത് എത്തിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തങ്കം അമ്മയെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ VK രവീന്ദ്രനിൽ നിന്ന് കൂടുതലായി കേട്ട കാര്യങ്ങൾ. കഥകളി ആചാര്യൻ രൗദ്രശ്രീ TT കൃഷ്ണൻ തമ്പായി അമ്മയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. EP ബാലകൃഷ്ണൻ, MB മുരളി, CP സദാനന്ദൻ, KP ദിനേശൻ, VTV ദാമോദരൻ, TJ ജോണി, K സുരേശൻ, കരിവെള്ളൂർ രത്നകുമാർ, VK ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ മേഖലകളിലെ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കാസർഗോഡ് KV രമേശിന്റെ ശ്രീ ഗോപാലകൃഷ്ണ യക്ഷഗാന ബൊമ്പയാട്ട സംഘം അവതരിപ്പിച്ച യക്ഷഗാന പാവകളി അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നാടെങ്ങും കൊടുമുടി കയറുമ്പോൾ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ കളിമുറ്റമായി. ലോകകപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വിളംബര റാലിയും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും ആവേശമായി മാറി.
രാവിലെ തന്നെ സ്കൂൾ പരിസരം മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ ക്ലാസ് മുറികളിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ പ്രതീതിയായിരുന്നു. തുടർന്ന് മേളക്കൊഴുപ്പോടെ നടന്ന വിളംബര റാലിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താക്കളും പങ്കുചേർന്നു. കാണികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഹെഡ്മാസ്റ്റർ വിനോദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാഷിന്റെ ഷൂട്ട് ഗോളായതോടെ മൈതാനത്ത് കട്ട സപ്പോർട്ടുമായി നിന്ന കുട്ടികളുടെ കയ്യടിയും ആർപ്പുവിളിയും ഉയർന്നു. കുട്ടികളും അധ്യാപകരും രക്ഷാകർത്താക്കളും മാറ്റുരച്ച ഷൂട്ടൌട്ട് മത്സരം എല്ലാവരെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തിയപ്പോൾ സ്കൂളിൽ നടന്ന ഈ മിനി ലോകകപ്പ് മനോഹരമായ ഓർമ്മയായി മാറി. നെരഗ്നോസ് പിലാത്ര. പരിയാരം അതിയടം സർഗവേദി LSS, USS, SSLC +2 വിജയികളെയും സർവീസിൽ നിന്ന് വിരമിച്ചവരെയും ആദരിച്ചു. ശ്രീസ്ത പാടശേഖര സമിതി സെക്രട്ടറി PP കുഞ്ഞിക്കോരൻ ഉപഹാര സമർപ്പണം നടത്തി. പരിയാരം അതിയടം സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ LSS, USS, SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. ശ്രീസ്ത പാടശേഖര സമിതി സെക്രട്ടറി PP കുഞ്ഞിക്കോരൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. TV പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KV സുമേഷ്, PV പ്രേമരാജൻ, KV പ്രകാശൻ, ബിന്ദു പുത്തലത്ത്, KV രതീഷ് ബാബു, OV ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.